ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റുട്ടീനുമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വീക്ക്ലി ആണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്ന് വെച്ചാൽ നാളെ നമുക്കൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അപ്പം ആ ടൈമിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലാത്തപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സാധാരണ ഞാൻ വീക്ക്ലി ടോയ്സ് ആണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രശ്നവും മറ്റ് ശ്വാസമുട്ടലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് സമ്മറിലൊക്കെ ഞാൻ 3 തവണയൊക്കെ വാഷ് ചെയ്യാറുണ്ട്. വിൻ്ററിലൊക്കെ 2 തവണയെ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ചെയ്തെങ്കിൽ എനിക്ക് പണി കിട്ടുവേ. അപ്പം അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ വീക്കിലി 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് ഷാമ്പു ഇട്ടിട്ട് കണ്ടീഷണർ ഉപയോഗിക്കുക ചെയ്യുന്നത്. വീക്ക്ലി വൺസ് മാത്രം ഞാൻ ഹെയർ മാസ്ക് ചെയ്യും കേട്ടോ. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹെയർ ഞാൻ നല്ല രീതിയിലൊന്ന് കോംബ് ചെയ്യും. നല്ല രീതിയിൽ ചെടയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കോംബ് ചെയ്തതിന് ശേഷം എണ്ണ യൂസ് ചെയ്യും കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കാച്ചെണ്ണ എന്ന് പറയാൻ പറ്റുകയില്ല, മൊത്തം ഇട്ട് കാച്ചി എടുക്കുന്ന എണ്ണയല്ല. എണ്ണയിൽ ചെറുതായിട്ട് അലർജി ഉള്ളതുകൊണ്ട് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നാ കേട്ടോ. 2 കുരുമുളകും ഒരു തണ്ട് തുളസി ഇലയും കൂടി ഇട്ട് എണ്ണയൊന്ന് ചൂടായി വന്നിട്ട് ഇങ്ങനെ പത വരുത്തില്ലേ, ഇങ്ങനെ തിളച്ച് അപ്പോഴേക്ക് ഇത് ഇടുക. ഒരുപാടൊന്നും ഇടല്, വേറൊന്നും ഉപയോഗിക്കാനും പാടില്ല. അപ്പം ഉള്ളിയൊക്കെ തണുപ്പായതുകൊണ്ട് അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം അത് മാത്രം ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യും. എന്നിട്ട് ആറിയിട്ട് ഒരു കുപ്പിയിലിട്ട് ഞാൻ അടച്ചു വെക്കും. എന്നിട്ട് ഉപയോഗിക്കാൻ നേരത്ത് ഇത് ചൂടാക്കി എടുക്കും. എണ്ണ നമ്മൾ ഡയറക്റ്റ് ചൂടാക്കൽ കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഊറ്റി വെക്കുക. കുറച്ച് നേരം വെക്കുമ്പോൾ അതൊന്ന് ചൂടായി കിട്ടും. അങ്ങനെ ചെറു ചൂടോടുകൂടി നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. മുടിയപ്പം ഞാൻ നല്ല രീതിയിൽ ചെടയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലാണ് ഞാൻ എണ്ണ സാധാരണ വെക്കാറ്. തലയിലേക്ക് വെക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഒരു കൊമ്പ് പോലെ ഉണ്ട്. അപ്പം എനിക്ക് വെക്കാൻ എളുപ്പമായിട്ട് തോന്നും കേട്ടോ. നമ്മളിത് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് എണ്ണ അങ്ങ് ചെന്നോളും. ഇത് കൂടുതൽ യൂസ് ആകുന്നത് ഇപ്പം എൻ്റെ മുടിക്ക് വലിയ കട്ടിയൊന്നുമില്ല, ഒരുപാട് കേളി ഹെയറും അല്ല. അപ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള കേളി ഹെയർ ഉള്ളവർക്കും പിന്നെ നല്ല കട്ടിയുള്ള മുടിയുള്ളവർക്കൊക്കെ നല്ല സ്കാൽപ്പിലേക്ക് എണ്ണ ഇറങ്ങിച്ചെല്ലാൻ ഇത് സഹായിക്കും കേട്ടോ. ഇത് നല്ലതാണ്. അപ്പോൾ എനിക്കിത് വെച്ച് വെക്കുമ്പോൾ എളുപ്പമുള്ള പോലെ തോന്നും. നല്ല രീതിയിൽ ഒന്ന് മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈവച്ചൊന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലൊരു കോമ്പ് വെച്ച് മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവേ. അപ്പം ഈവൻലി നമുക്ക് എണ്ണ എല്ലായിടത്തും ചെല്ലുകയും ചെയ്യും, തലയ്ക്കൊരു മസാജും കൂടെ ആവും കേട്ടോ. ഞാൻ എണ്ണയൊക്കെ വെച്ചിട്ട് വരാവേ. ഇപ്പം ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവേ. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ എണ്ണ വെച്ചിട്ടിരിക്കണം കേട്ടോ. യൂഷ്വലി ഞാൻ ഫേസിൽ വീക്ക്ലി വൺസ് ഒരു ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കും. അതാ ചെയ്യാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നാളെ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് പിരുകൊന്ന് ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്യണം. പിന്നെ ഫേഷ്യൽ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യണം. സാധാരണ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ ആർട്ട് ഗുഡ്നെസ്സിൻ്റെ ഇതാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും വീട്ടിൽ സാധാരണ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യാറ്. ഇത് തൈരിൽ മിക്സ് ചെയ്താൽ ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. ഇതിന് ഒക്കെ മുന്നേ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ചെറുപയർ പൊടിയില്ലേ, അത് ഉണക്കി വെയിൽ വരുമ്പോൾ ഉണക്കി പൊടിച്ച് ഒട്ടും ഗ്രാനുകൾ ഇല്ലാണ്ട് പൊടിച്ചെടുക്കും കേട്ടോ. കാരണം ഫേസിലിടുന്നല്ലോ, ഒട്ടും തരിയില്ലാണ്ട് അത് അരിച്ചെടുക്കും. എന്നിട്ട് ലിക്വറൈസ് പൗഡർ ഇല്ലേ, അതും ഉണക്കി പൊടിച്ചെടുക്കും. പിന്നെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, അതും ഇതുപോലെ ഉണക്കി പൊടിച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ കടലമാവും കൂടെ മിക്സ് ചെയ്ത് ഈ 4 മിക്സ് ചെയ്ത് വീക്ക്ലി വൺസ് ഫേസിൽ അപ്ലൈ ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് തേച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് തേച്ചിട്ട് കഴുകിക്കളയാം. അങ്ങനെ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ കുറേ നാളായിട്ട് ആർട്ട് ഗുഡ്നെസ്സിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആർട്ട് ഗുഡ്നെസ്സിൽ. ഇത് നല്ല കേട്ടോ. ഇത് കിട്ടിയ പിന്നെ ഞാൻ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല, പിന്നെ അങ്ങ് മടിയായിപ്പോയി. ഇത് അതുപോലൊക്കെ തന്നെ നല്ലൊരു പൗഡർ കേട്ടോ. ഇതിൻ്റെ പല വേരിയൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സാൻഡൽവുഡ്, മുൾട്ടാണി മിട്ടി, നീം ആൻഡ് ടെർമറിക് പൗഡർ കേട്ടോ. ഇത് ഹെയറിലും സ്കിന്നിലും ഉപയോഗിക്കാമെന്ന് അവർ പറയുന്നത്. ഞാൻ ഹെയറിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫേസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കയ്യിലൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഫേസിൽ മാസ്ക് ഇട്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് കയ്യിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ 15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഡ്രൈ ആവും. അപ്പോൾ വാഷ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് പിന്നെ റോസ് വാട്ടറിലോ വെള്ളത്തിലോ പാലിലോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാതെ. ഞാനിപ്പോൾ തൈരിലാണ് മിക്സ് ചെയ്യുന്നത്. എനിക്ക് തൈര് സൂട്ടാകും കേട്ടോ, അതുകൊണ്ട് ഞാൻ തൈരിലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഫോക്സ് ടെയിലിൻ്റെ ഇതിട്ട് കൊടുക്കാറുണ്ട്. മാറി മാറി ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതുമൊക്കെ മാറി മാറി ഞാനിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷൻ വരിക, അങ്ങനെ പെട്ടെന്ന് പോകണമെന്നും നമ്മൾ ചെയ്തില്ല, അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഒന്നല്ലേ ഫോക്സ് ടെയിലിൻ്റെ ഈ മാസ്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ ഈ പീൽ ഓഫ് മാസ്ക് ഇല്ലേ ഗോൾഡൻ, ഇതായിട്ട് കൊടുക്കാറ് കേട്ടോ.
ഇത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ടാനൊക്കെ ഏൽക്കുക, നല്ല വെയിലേറ്റൊന്ന് ടാനൊക്കെ ഏൽക്കുകയാണെങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് ഫേസ് ഒന്ന് ടാൻ പോകുന്ന പോലെയും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൺ ആവുന്ന പോലെയും പിന്നെ നമ്മുടെ ഇവിടുത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ആവുന്ന പോലെയും തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സഡൻലി ഒക്കെ പെട്ടെന്നൊന്ന് ക്വിക്കായിട്ടൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പീൽ ചെയ്തിട്ട് പോകാമെന്നുള്ളൂ കേട്ടോ. നല്ലതാണ്, ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നും. ഇപ്പം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം ഞാൻ ചെയ്ത് കൊടുക്കുന്ന പിരുക്കം ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അതിനുവേണ്ടി ഞാനിവിടെ ആലോവേര ജെല്ല് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാവേ. എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനേ. റേസർ ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത് കാർമസിയുടെ ഫേഷ്യൽ റേസർ ആട്ടോ. ഇത് വെച്ചാണ് ഞാൻ റേസർ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഇതിൽ നോക്കി ചെയ്യാൻ അത്ര വശമില്ല. ഞാൻ ഇവിടെ ഒരു മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ നോക്കിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ 2 പിരികവും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ 2 പിരികവും 2 സൈസിലാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയത്തില്ല, എൻ്റെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഫേഷ്യൽ ഹെയറും കൂടെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ ഈ 2 ഭാഗത്തെ. അതുള്ളൂ, ഇങ്ങോട്ടൊന്നും ചെയ്യാറില്ല, ഇവിടെ മാത്രം. ഇപ്പം ഞാൻ ഫേസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് മാസ്ക് ഇടാവേ. ഇപ്പം ഞാൻ ഫേസ് മാസ്കിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ പീൽ ഓഫ് മാസ്ക് ആട്ടോ, ഗുഡ് വൈബ്സിൻ്റെ. ചില സമയം ഞാൻ വലിയ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പം ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ഈ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് മൾബറി എന്ന് പറഞ്ഞ ഷെയ്ഡാ. പാർലറിലൊന്നും പോകാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇത്. ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ പാർലറിലൊന്നും പോകാറില്ല, സ്വന്തമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ഈ ഫേഷ്യൽ കിറ്റ്. ഇതിപ്പോൾ മൾബറി എന്ന് പറഞ്ഞ ഷെയ്ഡാ. ഇവർക്ക് തന്നെ ഒരുപാട് വേറെ വേറെ വേരിയൻ്റ് ഉണ്ട്. ഇവരുടെ തന്നെ ഞാൻ 3-4 വേരിയന്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഗോൾഡ്, പിന്നെ എന്താ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിപ്പോൾ മൾബറി ആണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇതിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തല്ല, ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താ കേട്ടോ. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൽ ക്ലെൻസർ, പിന്നെ എന്താ സ്ക്രബ്, ഫേഷ്യൽ മാസ്ക്, ഫേഷ്യൽ ഓയിൽ, അങ്ങനെ മസാജ് ചെയ്യാനുള്ളത്, അങ്ങനെ എല്ലാം ഉണ്ട്. ചിലതിൽ SPF ലോഷൻ ഉണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഉള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വാങ്ങുമ്പോൾ ഇതിൽ എഴുതിയേക്കും ഏത് സ്കിൻ ടൈപ്പിനും ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഡ്രൈ സ്കിന്നിനുള്ളതുണ്ട്, ഓയിലി സ്കിന്നിനുള്ളതുണ്ട്, നോർമൽ സ്കിന്നിനുള്ളതുണ്ട്, ഓൾ സ്കിൻ ടൈപ്പിനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അനിയത്തിക്ക് ഇത് യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ സ്കിന്നെന്ന് വെച്ചാൽ എക്സ്ട്രീം ഡ്രൈ ആട്ടോ, സെൻസിറ്റീവ്. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തു. അവളപ്പോൾ പറയുകയും ചെയ്തു നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. പെട്ടെന്നൊരു ബ്രൈറ്റ്നസ്സും സ്കിന്നൊരു ഗ്ലോയും ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി ഒരു പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ആകാനും സ്കിന്നൊന്ന് ക്ലിയർ ചെയ്യാനും നല്ല ഒരു ഓപ്ഷൻ ആയത് കേട്ടോ. അപ്പം നിങ്ങൾ സ്കിൻ ടൈപ്പ് നോക്കി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കി പാച്ച് ടെസ്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഇട്ട് നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലാതെ ചാടിക്കറി പെട്ടെന്നൊന്നും കൊണ്ട് മുഖത്തൊക്കെ ഇട്ടേക്കരുത്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഫംഗ്ഷനൊക്കെ പോകുമ്പം ചില സമയമൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എന്ത് നമ്മൾ ഇട്ടാലും പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു സൺസ്ക്രീൻ ഇടണം, അല്ലെങ്കിൽ ഇത് വിപരീതമായിട്ട് സ്കിന്ന് ടാൻ അടിക്കാനും അങ്ങനെയൊക്കെ ഇറിറ്റേഷൻ, ഇച്ചിങ് ഒക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഫേസ് റേസർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുമ്പോൾ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത ഉടനെ പുറത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ ടാനൊക്കെ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നമ്മുടെ വിറ്റാമിൻ സി പോലത്തെ സിറങ്ങളില്ലേ, അങ്ങനെയുള്ള സിറങ്ങളും ഇങ്ങനെ ഫേസ് റേസർ ചെയ്തിട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇടുന്നവരുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. എനിക്കറിയാൻ പാടില്ലാത്ത സമയത്ത് ഞാനും ഇട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. തീർന്നിരിക്കുക കേട്ടോ, കുറച്ചെങ്ങാണ്ട് ഉള്ളിതിൽ ഇത് തീർന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിടുമ്പോൾ നിങ്ങൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണേ.
ഇനി ലിപ്പൊന്ന് ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവാണേ. അത് ഞാൻ വീക്ക്ലി വൺസ് എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നവരാകുമ്പം എപ്പോഴും ചുണ്ട് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലിപ്പൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് മമാഅർത്തിൻ്റെ വിറ്റാമിൻ സി നാച്ചുറൽ ലിപ് കെയർ കിറ്റാണ് കേട്ടോ. ഇതിൽ ഒരു ലിപ്പ് മാസ്കും ഒരു ലിപ്പ് സ്ക്രബുമാണ്. ഇത് ലിപ്പ് മാസ്ക് ആണ്. ഞാൻ അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല, കുറേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചുണ്ടിലിട്ടിട്ട് കിടന്നാൽ മതി. രാവിലെ ആകുമ്പോൾ ചുണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അധികം ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ലിപ്പ് സ്ക്രബ്. ഇതിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്. ചുണ്ടൊന്ന് നനച്ച് കൊടുക്കണം, എന്നിട്ട് വേണേ ലിപ്പ് സ്ക്രബ് ചെയ്യാനേ. ഒരു മിനിറ്റ് കൂടുതൽ സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ ഇത് ഫേസ് ഡ്രൈ ആയിട്ടുണ്ട്, എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് പീൽ ഓഫ് ചെയ്യാവേ. ഇപ്പൊ ഞാൻ പീൽ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഫേസിലൊരു ബ്രൈറ്റ്നെസ്സും ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നില്ലേ? ഇപ്പൊ നല്ലൊരു മാസ്ക് ആയിട്ടോ, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പർപ്പിളിലാട്ടോ ഇതൊക്കെ അവൈലബിൾ. ആൽഫ് ഗുഡ്നെസ്സിന്റെ സാധനങ്ങളും ഗുഡ് വൈബ്സിന്റെ സാധനങ്ങളൊക്കെ പർപ്പിളാട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ പോയി കുളിക്കാൻ പോവാണ്, ഹെയർ ഒക്കെ വാഷ് ചെയ്യണം. അപ്പം ഹെയർ വാഷ് ചെയ്തിട്ട് ഇന്ന് ഞാൻ ഹെയർ മാസ്ക് ആട്ടോ ഇടുന്നത്. ആദ്യം ഞാൻ ഷാമ്പു വാഷ് ചെയ്യും, അത് കഴിഞ്ഞ് ഹെയർ മാസ്ക് ഇടും. ഞാൻ നേരത്തെയൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബിബ്ലൻഡിന്റെ കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ബിബ്ലൻഡിന്റെ ഹെയർ മാസ്കും ഷാമ്പു ആൻഡ് കണ്ടീഷണറൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞാനിപ്പോഴും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ നാളിങ്ങനെ അടുപ്പിച്ച് ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ മാസ്ക് ഒന്ന് മാറി നോക്കി കേട്ടോ. ഷാമ്പു ആൻഡ് കണ്ടീഷണറൊക്കെ അത് തന്നെ യൂസ് ചെയ്യുന്നത്, ബിബ്ലൻ്റെ തന്നെ. മാസ്ക് മാത്രമേ ഉള്ളൂ ഒന്ന് മാറി നോക്കിയത്. അപ്പം നല്ല പ്രൊഡക്റ്റ്, എന്നാലും ജസ്റ്റ് ഒന്ന് മാറി ഏതെങ്കിലും ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങി കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞ് വാങ്ങിയത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഹെയർ മാസ്ക് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ തീർന്നു കേട്ടോ. ഇത് കണ്ടോ, തീർന്നു. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാണ്. ഒരു ഒഴുകിപ്പോകുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്, തിക്കല്ല. മണമൊക്കെ നല്ലൊരു കുത്തുന്ന മണം കേട്ടോ. ഇതിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടമല്ല, ഒരു ഓവർ സ്മെല്ലാണ്. പിന്നെ മാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസ്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക്. പക്ഷെ ബിബ്ലൻഡിൻ്റെ ഒന്നും അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല റിവ്യൂ ഒക്കെയാണ് പറയുന്നത്. ഇനി ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഇതും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴേ ഏതൊരു പ്രൊഡക്റ്റ് അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് മാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സാധാരണ എനിക്ക് ബിബ്ലൻഡൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു 3 ദിവസം കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്താലും 4 ദിവസം കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്താലും ഹെയർ ഡ്രൈ ആകാതെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ സോഫ്റ്റ്നെസ് അങ്ങനെ ഡ്രൈനെസ് ആവാതെ സോഫ്റ്റ്നെസ് ഇങ്ങനെ നിലനിർത്തി തരുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇട്ടൊരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഹെയർ അങ്ങ് ഡ്രൈ ആകുന്ന പോലെ തോന്നുന്നു. ഇടുമ്പോഴത്തേക്കും നല്ലതാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, പിറ്റേന്നും കുഴപ്പമൊന്നുമില്ല. ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഹെയർ അങ്ങോട്ട് ഡ്രൈ ആകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഈ പ്രൊഡക്റ്റ് ഞാൻ റീപർച്ചേസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇനി ഒരു തവണയും കൂടെ യൂസ് ചെയ്യാനുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഈ മാസ്ക് തീരാറാണ്ട് തന്നെ ഞാൻ വേറൊരു മാസ്ക് പർച്ചേസ് ചെയ്തു കേട്ടോ. അതിപ്പോൾ വളരെയേറെ ഹൈപ്പിൽ നിൽക്കുന്ന, എല്ലാവരും വളരെ ട്രെൻഡിങ് ആയിട്ട് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ബെയർ അനാട്ടമിയുടെ ഈ ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഞാൻ ഈ ലാവണ്ടർ ഷെയ്ഡാണ് ഓർഡർ ചെയ്തത്. ഇവർക്ക് വേറെയും വേരിയൻസ് ഒക്കെ ഉണ്ട്. ഇത് വന്ന് ഡ്രൈ ഹെയറിനുള്ളതാണ് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ കേട്ടോ. അത്രയ്ക്ക് നല്ല മാസ്കാണ്. ഞാൻ ഒരു തവണ ഇത് യൂസ് ആക്കിയുള്ളൂ കേട്ടോ, അപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു മാസ്കാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ കുറേ കൂടെ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു മാസ്കാണ് കേട്ടോ, എനിക്കിത് ഇഷ്ടമായി. ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് കുളിക്കട്ടെ. ഇനി കുളിച്ചിട്ട് കാണാം. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു നൈക്കയുടെ കൊറിയർ വന്നിട്ടുണ്ട്. ഇത് വന്ന മെബിലിൻ്റെ വിനീലിംഗ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. അവരിപ്പം 3-4 ഷെയ്ഡും കൂടെ നേരത്തേലും കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡിൻ്റെ പേര് എന്തോ ഒരു ഞാൻ മറന്നുപോയി കേട്ടോ. ഇപ്പം ഞാൻ ഉടനെ ഇതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്തേക്കാവേ, ഷെയ്ഡും
അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള റിവ്യൂ ഞാൻ ചെയ്തേക്കാവേ. ഇനി നമുക്ക് മോയ്സ്ചറൈസറും ഞാൻ പറയില്ലേ വിറ്റാമിൻ സി പോലുള്ള സിറവോ അങ്ങനെയൊന്നും റേസർ ചെയ്ത ഉടനെ ഇട്ട് കൊടുക്കരുത്. അതുകൊണ്ട് ഇപ്പം ഞാൻ മോയ്സ്ചറൈസറിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ടൈമിൽ വിറ്റാമിൻ സി ആയിട്ട് കൊടുക്കുക കേട്ടോ. സെറാമൈഡിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡേ ടൈമിൽ. പിന്നെ ബോഡി ലോഷനായിട്ട് മാമാഅർത്തിൻ്റെ ഈ ബോഡി ലോഷൻ കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന വാസ്ലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഞാൻ നേരത്തെ ബ്ലൂ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയത് വാസ്ലിൻ്റെ ഇതാണ് കേട്ടോ, കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ബ്ലൂ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഉള്ള ഷെയ്ഡ് ഞാൻ അങ്ങ് തീർത്തു. എനിക്ക് തീർന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് വാങ്ങിയേ. ഇതും അതുപോലെ തന്നെ സെയിം ട്രാൻസ്പെറൻ്റ് ഒക്കെയാണ്. പിന്നെ ഒരു കൊക്കോയുടെ ഒരു ചെറിയ സ്മെല്ലുണ്ട്. ബ്ലൂവിന് സ്മെല്ലും ഇല്ല കളറും ഇല്ല, ഒന്നും ഇല്ലാത്തൊരിതാ. ഇതിന് ചെറിയൊരു കളറില്ല, പക്ഷെ ചെറിയൊരു സ്മെല്ലുണ്ട്. സെയിം എഫക്റ്റ് ഒക്കെ കേട്ടോ ചുണ്ടിലിടുമ്പോൾ. നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുത്തോണ്ട് ഇതുപോലെ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഡോട്ടാങ്കിയുടെ സൺസ്ക്രീനാണ്, വാട്ടർമെലൺ സൺസ്ക്രീൻ. അടുത്തത് വന്ന ഒരു ഹെയർ സിറാണ് കേട്ടോ. ഇത് ബയോലാഗ് അങ്ങനെ കണ്ട ഇത് പറയുന്നത്. എനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. അതിൻ്റെ സിറാണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ ലോറിയൽ പാരീസിൻ്റെ സിറം വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് എല്ലാവരും നല്ല ഇതാണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഇത് ആദ്യം യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് തന്നെ എപ്പോഴും ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്താൽ ഒരുപാട് കാലം ഉണ്ടാവും കേട്ടോ. ഇത് എത്രയാ 100 ml ഉണ്ട്. കുറേ നാൾ ഉപയോഗിക്കാൻ കാണും. നമ്മൾ കുറച്ചല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, എന്നും യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കുറച്ചിങ്ങനെ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് ഒന്ന് കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് മുടിയുടെ ടിപ്പിലേക്ക് നല്ല രീതിയിൽ താഴേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ബാലൻസ് വരുന്ന തീർത്തതെല്ലാം ഇട്ട് കഴിഞ്ഞ് ബാലൻസ് വരുന്ന മാത്രം ഇവിടേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, ഇങ്ങനെ ടിപ്പിലേക്ക് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. മൊത്തം ഹെയർ എടുത്ത് ലാസ്റ്റ് ബാലൻസ് ഉള്ളത് ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ആക്കിയാൽ മതി. ഇത് നല്ല രീതിയിൽ ഫ്രിസി ആയിട്ട് നമ്മുടെ ഹെയർ കിടക്കുമ്പോൾ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല ഹെയർ ഒന്ന് ഒതുങ്ങുന്ന പോലെ തോന്നും കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡിയാണ്. ഇത് വന്ന് ആദ്യം ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പ്രൈമറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നൈക്ക ഹോൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയായിരുന്നു. അപ്പം പ്രൈമറാണ് കേട്ടോ. പിന്നെ അപ്പം വാങ്ങിയ ബ്യൂട്ടി ബ്ലെൻഡറാണിത്. ഇത് നല്ലൊരു ബ്ലെൻഡറാണ് കേട്ടോ. നല്ല നനച്ചൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ഇതാക്കിയൊക്കെ കിട്ടും. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാണ് കേട്ടോ. കാരണം ഒട്ടും സമയമില്ല. അപ്പം ഞാൻ ഈ നൈക്കയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് മാത്രമേ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതാ ഇപ്പോൾ വാങ്ങിച്ചത് കാജലാണ് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി ഷെഡപ്പെടാന്ന്, കാരണം ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഓർത്തു, പക്ഷേ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന മുടിയൊക്കെ ഒരു ഫിക്സർ വെച്ച് ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം റെഡി ആവുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഓർത്താ, പക്ഷെ ഒന്നും നടന്നില്ല, ധൃതിയായിപ്പോയി കേട്ടോ. മുടിയൊക്കെ ഞാൻ സ്ട്രൈറ്റൻ ചെയ്യണമെന്നൊക്കെ ഓർത്താ, അതും നടന്നില്ല. മുടി സ്ട്രൈറ്റൻ ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ നല്ല രീതി ഷാമ്പു വാഷൊക്കെ ചെയ്ത കേട്ടോ. 2 തവണ ഷാമ്പു വാഷൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുടി സെറ്റാക്കി ഇട്ടിരുന്ന, പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. സ്ട്രൈറ്റൻ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് മുടി അങ്ങ് ബും ബും നിൽക്കുക കേട്ടോ. നിങ്ങളുടെ മുടിയിൽ ഒട്ടും ഓയിലി ഇല്ലാതെ കിട്ടണമെങ്കിൽ നിങ്ങൾ 2 തവണ ഷാമ്പു വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല രീതി കിട്ടും. പക്ഷെ അത് നിങ്ങൾ സെറ്റാക്കി ഇടണം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ബും ബും എന്നങ്ങ് നിൽക്കും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ തലേന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പം റെഡിയായാൽ മാത്രം മതിയല്ലോ. അപ്പോൾ രാവിലെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്നൊക്കെ ഓർത്ത് ഒരുങ്ങിയതാണ്, പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ശരിക്കും വീഡിയോ പോലും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടി കയറിയിട്ട് ഈ വീഡിയോ അങ്ങ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ, സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.